ഇത് വയനാട് തോൽപ്പെട്ടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയും. തോൽപ്പെട്ടിയാണ് സ്ഥലം. ഇവിടെ മെയിനായിട്ടുള്ളത് ട്രക്കിംഗ് ആണ്. നമ്മൾ ജീപ്പിൽ കയറി കാടിൻ്റെ അകത്ത് പോയി കറങ്ങി വരിക. കാടിൻ്റെ അകത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ ജീപ്പുകളാണ് പ്രധാനമായും. ഈ ജീപ്പിൽ കയറി പോകണം. 4 പേർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് 2100 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. ഇവിടെ നിന്നാണ് ജീപ്പ് റൈഡ് സ്റ്റാർട്ട് ആവുന്നത്. ഈ ജീപ്പിലാണ് നമ്മൾ കാട്ടിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കാട്ടിൽ കൂടി യാത്ര ചെയ്ത് തുടങ്ങി. ഇപ്പൊ സമയം 10 മണിയായി. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് ഇല്ല എന്നാ പറയണത്. ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ. എന്താ പേര് നമ്മുടെ? ഹക്കീം. എവിടെ വീട്? ഇവിടെ തന്നെ 500 മീറ്റർ. ഇവിടെ എന്തൊക്കെ മൃഗങ്ങളുണ്ട് ഇതിനകത്ത്? ആന, കാട്ടുപോത്ത്, മാനിന്റെ 4 ഐറ്റംസ് ഉണ്ട്. പുള്ളിമാന്, നമ്മുടെ സമ്പാദിയർ, പിന്നെ വേറെ 2 ഐറ്റംസ് ഉണ്ട്. അതുപോലെ കടുവ, ബാക്കിയുണ്ടെങ്കിൽ കടുവയെല്ലാം കാണാം. കടുവയുണ്ട് ഇവിടെ അല്ലേ? കടുവയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്. ഒരു 4 ദിവസം പുറകിൽ പുള്ളിപ്പുലിയൊക്കെ ഉണ്ട്. കരടി ഉണ്ടോ? ആ, കരടിയുണ്ട്. അപ്പൊ ഇത് തോൽപ്പെട്ടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ടെന്നാണ് പറയണത്. ആന, കരടി, പുലി, കടുവ, 4 ടൈപ്പ് മാനുകള്. പക്ഷെ നമുക്കൊന്ന് കാണാനായിട്ട് സാധ്യത കുറവാണ്. ഏതായാലും കാണുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ ഒരു പുള്ളിമാനെ കാണുന്നുണ്ട്. നടന്നു പോയി. അവിടെ ഉണ്ടോ? അങ്ങോട്ട് പോയി. അതവിടെ ഗ്യാപ്പിലുണ്ട്. ആ മാനങ്ങൾ നടന്നകത്തേക്ക് പോയി. ഇവിടെ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ തന്നെ വന്നാല് മൃഗങ്ങളെ കാണാൻ പറ്റുന്നാ പറയണത്. ആ, അവിടെ ആ കാട്ടിലെ മാനുകളുണ്ട് തരാം. എന്തായാലും നാല് മാനുകളുണ്ടത്. 4 എണ്ണം ഉണ്ട്. ഇനി എന്താണ് കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ജീപ്പിൽ നമ്മൾ പോകുമ്പേ യാത്രക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ? ഈ മൃഗങ്ങൾ വന്നിട്ട്? ഇല്ല അല്ലേ? ഞാനെല്ലാം ഈ ടൂറിസം തുടങ്ങുമ്പോൾ മുതൽ ഇവിടെയുള്ള പരിചയമുള്ളതാണ്. ഇവിടെ എത്ര വർഷം തുടങ്ങിയിട്ടിപ്പോ? ഏകദേശം ഞാനെന്റെ സ്കൂളിലെല്ലാം ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്തല്ല പിന്നീട് അന്നെല്ലാം ടൂറിസ്റ്റുകൾ കുറവായിരുന്നു. പിന്നീട് വർഷം കൂടുന്തോറും കൂടി വന്നു. എത്ര ജീപ്പ് ഉണ്ട് അവിടെ ഇപ്പോ? 31-32 ജീപ്പുകളാണ്.
എല്ലാം ടേൺ അനുസരിച്ചിട്ടാണോ പോണെ ഇപ്പൊ? അതെ അതെ. ഒരു ചെക്ക് ഡാമാണത്. അല്ല അല്ല, അവിടെ ഒരു തടാകം കാണുന്നുണ്ട്. പക്ഷി എന്റെ സൈഡില് കുറെ വെള്ളക്കൊക്കുകൾ ഇരിക്കുന്നുണ്ട്. ദേശാടന പക്ഷി എന്നാ പറയണത്. വൈകുന്നേരം ആകുമ്പോഴേ കൂടുതൽ സമയത്തെല്ലാം ഉണ്ടാവും ഇവിടെ. മ്ലാവും ആനയെല്ലാം. ഇവിടെ തോൽപ്പെട്ടി കാട്ടിലേക്ക് ഒരു ദിവസം 42 ജീപ്പ് മാത്രമേ കയറ്റി വിടുള്ളൂ. അത് ടേൺ അനുസരിച്ചിട്ടാണ് ട്രിപ്പ് കിട്ടുന്നത്. ഇപ്പൊ പൊതുവെ ഓഫ് സീസണാണ്, ഇപ്പൊ ആളുകൾ കുറവാണ്. കാട്ടിലൊരു മരം വീണ് കിടക്കുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്ന ചെറിയ കുറ്റികൾ പോലെ നിൽക്കുന്ന മരങ്ങള് മഞ്ഞക്കൊന്നാന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അത് ഗവൺമെന്റ് അത് നശിപ്പിക്കും. കാരണം എന്ന് വെച്ചാല് മൃഗങ്ങളൊന്നും അത് ഇല പോലും കഴിക്കൂല. പിന്നെ അതിന്റെ ചോട്ടില് വേറെ സസ്യങ്ങളൊന്നും വളരൂല. അതിന്റെ പേരില് കാട്ടില് നശിപ്പിക്കപ്പെടുന്ന ഒരു ഗണത്തിൽപ്പെട്ട സസ്യമാണത് മഞ്ഞക്കൊന്ന. അതുപോലെ ഇവിടെ നമ്മൾ ട്രക്കിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 4:30 മണിക്ക് ശേഷം വന്നം. ആ സമയത്താണ് മൃഗങ്ങളെ കാണാൻ ചാൻസ് ഉള്ളൂ എന്നാണ് നമ്മുടെ ഡ്രൈവർ പറയണത്. ആ സമയത്ത് മൃഗങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പാസ് ചെയ്യും. ഇപ്പൊ കാണാൻ പറ്റും നമുക്ക്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നു. പിന്നെ കാട്ടിക്കൂടി വെറുതെ ഒരു സഞ്ചാരം നടത്തിയിട്ട് പോവാന്ന് മാത്രം. ഈ തോൽപ്പെട്ടി കാട് എന്ന് പറഞ്ഞാൽ ഒരു 300 സ്ക്വയർ കിലോമീറ്ററോളം പരന്നു കിടക്കുന്നാ പറയണത്. ഇപ്പൊ വേനൽക്കാലം അതിന്റെ പേരില് കാടിന് പച്ചപ്പ് കുറവാണ്. ഇത് തന്നെ മഴക്കാലത്താണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും കാടിന്. അതുപോലെ ഈ സമയത്ത് മൃഗങ്ങളെല്ലാം തന്നെ അതിന്റെ തീറ്റ തേടി പോവും. ഈ സമയത്ത് ഒരു കീരി ഓടിപ്പോയി. ആ കീരി ആ ക്യാപ്പിൽ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങൾ തീറ്റ തേടി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോ തുറസായ സ്ഥലങ്ങളിൽ പോയി നിൽക്കും. അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് സേഫ് ആണെന്നാണ് അവരുടെ വിചാരം. സേഫാണ്, വിചാരമല്ല, സേഫാണ്. അതുകൊണ്ടാണ് ഈ വൈകുന്നേരങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ മൃഗങ്ങളെ നമ്മൾ കാണാൻ പറ്റണത്. ആ ഗ്യാപ്പില് മാൻ നിൽക്കുന്നുണ്ട്. അധികം കാഴ്ച കുറവാണ്. ഇവിടെ കുറച്ച് മാനുകൾ നിൽക്കുന്നുണ്ട്. അവിടെ മൂന്നാലെണ്ണം ഉണ്ട്. അവിടെ ചെറിയതായിട്ട് അവിടെ കാണാം നമുക്ക്. ഈ കാട്ടില് കൂടുതലായിട്ട് കാണുന്ന മരം കറുത്ത തടിയുള്ളത് കരിമരുത് എന്ന് പറയും. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഇലകളൊക്കെ ആയിട്ട് മരങ്ങൾ കാണുന്നുണ്ട്.
അത് വെണ്ടയ്ക്ക് പെട്ടതാണ്. പിന്നെ കണിക്കൊന്ന പൂത്തൊക്കെ ഉണ്ട് മഞ്ഞ കളറില്. പിന്നെ തേക്കുണ്ട്. ഈട്ടിയൊക്കെ ഉണ്ടോ? ഈട്ടി അത് ഈ ചാര കളറല്ലേ? ചടച്ചി മരം അല്ലേ? ചടച്ചി മരം. ആ നേരെ കാണുന്ന മരം ചമത മരം. റോട്ടിലേക്ക് ഈ ചാഞ്ഞ് നിൽക്കണ മരം. കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നു. സൈഡ് ഫുള്ള് കാരമുള്ളിന്റെ മരങ്ങളാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ കാണുന്നത് അധികം കാരമുള്ള്. ഈ സാധനം തേക്കടിയിൽ കണ്ടമാനുണ്ടായിരുന്നു. ഈ ട്രക്കിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് 21 കിലോമീറ്ററാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. 1.25 മണിക്കൂർ കൊണ്ട്. പറഞ്ഞു വന്നാല് ഈ കാട്ടില് എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ പോകുമ്പോ ഒരു സാധനവും കാണുന്നില്ല. നല്ല ക്ലിയർ ആയിട്ടൊരു മാൻകൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. തീറ്റ എടുത്തോണ്ടിരിക്കണത്. എല്ലാം തന്നെ പുള്ളിമാനാണ്. ഇവിടെ ഫോറസ്റ്റ് ഗാർഡ് താമസിക്കുന്ന വാച്ച് ടവർ ഉണ്ട്. അത് നമ്മളിപ്പോ കാണുന്നുണ്ട്. ഇപ്പൊ ഈ സൈഡില് എത്ര പേര് താമസിക്കും ഇവിടെ? രണ്ടുപേരുണ്ടാവും അല്ലേ? അതിലേക്ക് ഫുഡൊക്കെ എന്ത് ചെയ്യും? അപ്പൊ പുറമേ നമ്മൾ മേടിച്ചിട്ട് വരും. ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല, അത് നിൽക്കുന്നതാണല്ലോ. തീരുമ്പോൾ പുറത്തുമായിട്ട് മേടിച്ചിട്ട് വരും. ഇതാണ് കാട്ടിനുള്ളിലെ വാച്ച് ടവർ. കുറച്ച് മാനുകളൊക്കെ കാണാം. ഇതേതായാലും പേടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കുറെ കൂട്ടം മാനുകളെ കാണാൻ പറ്റിയെന്ന്. നമ്മൾ നിർത്തിയോണ്ട് അവർക്ക് സംശയം പയ്യെ അകത്തേക്ക് പോവാണ്. എന്തായാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ട. നമ്മള് കണ്ട് ഈ കാണുന്ന മരം കരിമരുതാണ്. ഇവിടെ കാട്ടിൽ വരുന്ന വെള്ളം ഇങ്ങനെ അരുവികൾ വഴിക്ക് അവസാനം എത്തിച്ചേരുന്നത് നമ്മുടെ കബനി നദിയിലേക്കാണ് പോണത്. കുറച്ചു ദൂരെ മാങ്കൂട്ടം നമ്മളെ കണ്ടപ്പോ ഓടി ഓടുന്നു. അവിടെ കൂട്ടത്തിലൊരു കുരങ്ങനെ ഇരിക്കണ്ട്. ഒരു കുരങ്ങനെ കാണാം നമുക്ക്. ഒരു വെറൈറ്റി കുരങ്ങനാണ്. സിംഹവാലൻ കുരങ്ങ്. സിംഹവാലനല്ല, ഹനുമാൻ കുരങ്ങ്. ഹനുമാൻ കുരങ്ങ്. അത് പോയി. അതിന്റെ കുഞ്ഞുണ്ട് അതിന്റെ മേത്ത്. പോയി. അപ്പൊ അങ്ങനെ കുരങ്ങനെ കണ്ട് നമ്മള്. സാധാരണ കുരങ്ങനല്ല, ഹനുമാൻ കുരങ്ങ്.
ഇവിടെ ഇഷ്ടം പോലെ മാനുണ്ട്. കുരങ്ങ് മരത്തിന്റെ മുകളിലുണ്ട്. എന്തായാലും വന്നിട്ട് മാനെങ്കിലും കാണാൻ പറ്റി, ആനപ്പിണ്ടം കാണാൻ പറ്റി. രാവിലെ ഞങ്ങള് യാത്രക്കിടയില് ഒരു കാട്ടുപോത്ത് ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ട് മുമ്പിൽ കൂടി പാസ് ചെയ്ത് പോയി. തൊട്ടടുത്ത് കണ്ട്. ഇന്നിപ്പോ ഒരു കീരി നമുക്ക് വട്ടം ചാടിപ്പോയി. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാട്ടിനുള്ളിൽ ഒരു അമ്പലം, അത് ഇവിടെ അകത്ത് ഒരു അമ്പലം ഉണ്ടെന്നാ പറയണേ, അയ്യപ്പൻ അമ്പലം. അതെവിടെയാണത്? അതോ മരത്തിന്റെ അടിയിലല്ല, സ്റ്റെപ്പ്. ആ സ്റ്റെപ്പല്ലേ? ഓ, അവിടെ ആ മരത്തിനോട് ചേർന്ന് കുറച്ച് സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അയ്യപ്പന്റെ അമ്പലം ഉണ്ടെന്നാണ് പറയണത്. പൂജ വല്ലതും ഉണ്ടോ അവിടെ? ആ, പുറമേ നിന്ന് പുറമേന്ന് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോടെ വരും. ഒരു കാട്ടുപോത്താണ്, ഓടിപ്പോയി. എൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ ഓടിപ്പോയി. ഞാൻ പയ്യെ സംസാരിച്ചത്, അതവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് കാട്ടുപോത്തിനെ കാണുന്നത്. ഇതുപോലെ ഒരെണ്ണമാണ് രാവിലെ കണ്ടത് ഞങ്ങള്. പയ്യവൻ നടന്നകത്തേക്ക് പോയി. അപ്പൊ നമ്മുടെ കാട്ടിലെ ട്രക്കിങ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും ഒന്നും കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് മൃഗങ്ങളെ കണ്ട്. നമ്മള് കാട്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ്. അപ്പൊ ഇനി സൗകര്യം പോലെ അടുത്ത വീഡിയോയിൽ കാണാം.